വാങ്ങാൻ പോവാണ്. അപ്പം നമ്മൾ വണ്ടൂരിക്കായിട്ട് പോണത്. കുഞ്ചു ആർക്കാ വാങ്ങാൻ പോണത്? എന്ത് വാങ്ങാന്? യൂണിഫോം. അപ്പൊ നമ്മൾ പോണ വഴിക്ക് എല്ലാ വിശേഷങ്ങളൊക്കെ ഇതിൽ കാണിക്കാം. അപ്പൊ എല്ലാരും എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് ചെയ്യാ പറ. ഓക്കെ. ബേബി ബേബി നല്ല രസമുണ്ട് കേട്ടോ പാട്ട്. അപ്പൊ എന്റെ കുട്ടീന്റെ പാട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാരും ലൈക്കും കമന്റും ഒക്കെ ചെയ്യണേ അല്ലേ? ലൈക്ക് തരുമോ ചോദിച്ചോക്കാം. എന്നോടല്ല, ലൈക്ക് തരുമോ ചോദിച്ചു. ഇഞ്ചി പറ, ഒന്നുകൂടെ പറ. മണ്ടൂരിച്ച് എങ്ങോട്ട് പോണ്? ഹലോ ഗൈസ്, ഹലോ ഗൈസ് സാറേ. സ്കൂളൊക്കെ തുറക്കാനായില്ലേ? നല്ല മഴയാണ്. സ്കൂൾ തുറക്കുമ്പോഴാണല്ലേ പണ്ടൊക്കെ മഴ പെയ്തിരുന്നത്. ഇപ്പൊ നേരത്തെ തന്നെ മഴയൊക്കെ വന്നു. എന്താ പറയാ, നല്ല മഴയാണ് ഇപ്പൊ. ഇന്നൊരു ചെറിയ തക്കുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വണ്ടൂർക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ചെറുകോട് എത്തിയിട്ടുണ്ടോ? മഴ ഇപ്പൊ കുറേശ്ശെ ഉണ്ട്. അപ്പൊ ഇതാ വണ്ടൂർക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ PATയിലോട്ടോ കയറി യൂണിഫോം എടുക്കാന്. നമ്മൾ യൂണിഫോം വാങ്ങിയിട്ടാ. വാങ്ങണേ വേറല്ല. അപ്പോൾ നമ്മൾ ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ വാങ്ങുള്ളൂ ഇപ്പോൾ. ബാക്കിയൊക്കെ സ്കൂൾ തുറന്നിട്ട് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇതല്ലേ തിരക്കാട്ടോ. സ്കൂൾ തുറക്കാനായില്ലേ, അതിൻ്റേതായ തിരക്കൊക്കെ എല്ലാ കടകളിലും ഉണ്ട്. അങ്ങാടിയിൽ മൊത്തത്തിൽ തിരക്കാണ്. കൊഞ്ചൊക്കെ നോട്ടൊക്കെ വാങ്ങി നോക്കി നിൽക്കാട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരുന്ന പോലെ കേട്ടോ. നമുക്കിപ്പോഴും ഇപ്പോൾ പോകാനുള്ള ഇഷ്ടമൊക്കെ തോന്നും. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഇപ്പോഴും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനം ഇവിടെ വാങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മളിതിലെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടികളൊക്കെ കാറിലിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോരട്ടോ. അപ്പം നമ്മളിവിടെ ഊട്ടി ചായ കിട്ടുന്ന പറഞ്ഞപ്പോൾ ഊട്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് കേട്ടോ. നമുക്ക് ഊട്ടി ചായ കുടിച്ചാലോ? ചളിയാണ് ഇവിടെ, ഭയങ്കര ചളിയാട്ടോ. മഴയായതുകൊണ്ട് കുഞ്ചു രസമുണ്ടോ? കുഞ്ചു രസമുണ്ടോ? സൂപ്പറാണോ? കേട്ടോ വാങ്ങിയത്. അതിനും ഞങ്ങൾക്ക് ചായയാണ് കുടിക്കുന്നത്. ഒരു കലത്തപ്പം വാങ്ങിയിട്ടോ, ബോണ്ട വാങ്ങി, മുട്ടബജി വാങ്ങി, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വായിച്ചിട്ട് ഞങ്ങളെല്ലാവരും. നമ്മളിതാ ഇങ്ങനെ സാധനം വാങ്ങിട്ടോ. ഇതിലൊരു കാടമുട്ടയൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചു കേട്ടോ. നമ്മൾ വാങ്ങിയ കാടമുട്ട കിട്ടുന്നത് ഒരു നെയ്യിൻ്റെ ചുവ കിട്ടും. നല്ല രസമുണ്ട്. ഈ ചായ നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടീ പോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കടയിലുള്ളത്. ഇത് നമ്മുടെ പുളിയക്കോടാണിത്. പുളിയക്കോടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എന്താ വെച്ചാൽ വെറൈറ്റി കടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മൾ ചായ കുടിച്ച് പോകുന്നു കേട്ടോ. കേട്ടോ ഞാൻ മരം വീണത് ബസ്സിൻ്റെ മുകളിൽ. നേരെ വീട്ടിലോട്ട് കേട്ടോ. നമ്മൾ ചായ കുടിച്ച് അങ്ങനെ വീട്ടിലോട്ട് അങ്ങനെ നേരെ പോയി. കൈ
കയ്യിൽ. നമ്മൾ അടുക്കളയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനത്തെ നമുക്ക് ഇല്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ, ഇല്ലാത്തതെന്നല്ല നമുക്ക് വാങ്ങണം വിചാരിച്ച സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ. കുഞ്ചുവിന് ബുക്കൊക്കെ വാങ്ങിയപ്പോൾ കുഞ്ചുവിന് ബുക്ക് വേണം പറഞ്ഞ് കരയുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങിട്ടോ, ഫ്രൂട്ട്സിൻ്റെ കളർ കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അല്ലേ ഇത് കുഞ്ചുവിന് കളർ കൊടുക്കാൻ വാങ്ങിയതാണ് കേട്ടോ. കുഞ്ചു കളർ കൊടുത്താട്ടോ. അത് ഇതാ കൊടുക്കണം അങ്ങനെ കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ പറയുക, ലൈക്ക് ചെയ്യേ, കമൻറ്റ് ചെയ്യല്ലേ കുഞ്ചോ ലൈക്ക് ചെയ്യാൻ പറയും. ആ ഓക്കെ. ഇതൊക്കെ കേട്ടോ ഇന്നത്തെ പരിപാടികൾ. ഇതൊക്കെ ഇങ്ങനെ പൊതിയുമ്പോൾ നമുക്ക് നമുക്ക് അമ്മ പൊതിഞ്ഞെന്നൊക്കെ ഓർമ്മ വരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാവുമല്ലോ അല്ലേ സ്കൂളിൽ പോകാനായിട്ട്. പുതിയ ബുക്കിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളും ഇവിടെ എന്തായാലേ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പോയാലും ആ കാലത്തേക്ക് പോയാലും എന്നൊക്കെ തോന്നും. അതൊക്കെ നല്ലൊരു കാലമാണ് അല്ലേ. നമ്മളെ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നൊരു കാലമാണ് അതൊക്കെ. നമ്മൾ പുസ്തകം പൊതിയുമ്പോൾ നമുക്ക് അമ്മ പൊതിഞ്ഞത് ഓർമ്മ വരുന്നത്. അമ്മ ഇങ്ങനെ നമ്മൾ അന്നൊക്കെ അനിമേഷനല്ലല്ലോ. പിന്നെ അതൊക്കെ അങ്ങനെ പൊതിയുന്ന സമയത്ത് നമുക്ക് പണ്ട് നമ്മൾ ഇരുന്ന് പൊതിഞ്ഞ് അമ്മ അങ്ങനെ പൊതിഞ്ഞ് നമ്മൾ നോക്കി നിൽക്കണമൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ്. നമുക്ക് നല്ലൊരു കാലങ്ങളല്ലേ അതൊക്കെ. നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ മണവും മഴയും ഇതൊക്കെ നമുക്കൊരു എപ്പോഴും നമുക്കൊരു നല്ല ഓർമ്മകളാണല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാവും. എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മുടെ സ്കൂൾ കാലമൊക്കെ നമുക്ക് പോകാനുള്ള ആ സമയത്തുള്ള എന്തൊക്കെയാണ് ഫീലിങ്സിനൊക്കെ. സ്റ്റാപ്ലെയറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടും നമ്മളെല്ലാ വീട്ടിലൊന്നും ഉണ്ടാവില്ലല്ലേ. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു വീട്ടിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് ഉള്ളിടത്തുനിന്ന് വാങ്ങിക്കൊണ്ട് അങ്ങനെയൊക്കെയാണ്. എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല. പിന്നെയാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് ഒരു 8 ആ സമയത്തൊക്കെ ഉണ്ട് നമ്മളെല്ലാം ഇതൊക്കെ വാങ്ങാൻ തുടങ്ങിയത്. അല്ലാത്ത സമയത്ത് നമ്മൾ ആരുന്നേരൊക്കെ ഇതൊക്കെ വാങ്ങും. പിന്നെ അടിക്കണം. പിന്നെ ഇതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കണ്ടിരുന്നത്. ഇപ്പം പിന്നെ എല്ലാ വീട്ടിലും ഇതൊക്കെ നമുക്ക് എന്തായാലും വാങ്ങും നമ്മൾ പുസ്തകമൊക്കെ വാങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ ഓരോരോ കാലം മാറുമ്പോൾ നമ്മളോരോ മാറ്റങ്ങൾ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പൊതി ഉണ്ടല്ലോ. പണ്ട് നമ്മൾ പുസ്തകം പൊതിഞ്ഞില്ല എന്താണെന്ന് വെച്ചാൽ സിമെൻറ്റ് ചാക്ക് ഉണ്ടാവും. സിമെൻറ്റിൻ്റെ കട്ടിയുള്ള ചാക്ക്, അത് കാക്കി കളർ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടയിൽ സിമെൻറ്റ് ചാക്ക് ഇട്ട് നമ്മൾ എടുത്ത് പുസ്തകം പൊതിയാനാണ് ആ വെക്കേഷനിൽ നമ്മളതൊക്കെ എടുത്ത് വെക്കലും അത് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് ചിലപ്പോൾ എന്നിട്ട് ആ കട്ടിയുള്ള കള്ളാസ് കൊണ്ടൊക്കെ പൊതിയും. അങ്ങനെയൊക്കെ ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ നമുക്ക് വരുന്നത്. ഇപ്പോൾ എന്തായാലും ഒക്കെ വാങ്ങണം ചെയ്യാം. പിന്നെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ നടന്നാട്ട് പോവുക. നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് നടന്ന് പോയി നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ആകെ നനഞ്ഞ് പിണ്ടാവും. നമ്മൾ കോട്ടോറിയിൽ നിന്ന് തിരുവാലി എത്തുമ്പോഴേക്കും നമുക്ക് ആകെ നടന്ന് കുടയൊക്കെ പിടിച്ച് അങ്ങനെ എല്ലാവരും ഓരോരോ കൂട്ടങ്ങളായിട്ട് അങ്ങനെ നടന്ന് കൂട്ടും. ഞാനൊന്നും ബസ്സൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കോടൊക്കെയാണ് എല്ലാവരും ചൂട് അല്ലേ. പുള്ളിക്കോടൊക്കെ ആകുമ്പോൾ ഓരോ ഡിസൈനൊക്കെ ഉള്ള പുള്ളിക്കോടൊക്കെ ആവും. പിന്നെ നമ്മൾ ചെറിയ അന്ന് കുറച്ച് വലിയ കുടയാണല്ലോ. പിന്നെ നമ്മളിപ്പോൾ ചെറിയ കുടയായി, അതിനും ചെറിയ കുടയായി, കീശയിലുള്ള കുടയായി, അങ്ങനെ ഓരോരോ കാലം കഴിയുന്തോറും കുടകളൊക്കെ കീശയിലുള്ള രൂപത്തിലൊന്നും കാണാത്ത രൂപത്തിലായില്ലേ. നമ്മൾ പോകുമ്പോൾ നാട്ടുപുറം കാണാത്ത രീതിയിലായി, കുട കാണാത്ത രീതിയിലായി. എന്താ പറയുക, ഒക്കെ അങ്ങനെ ഒക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. എളുപ്പത്തിലുള്ള പരിപാടികളൊക്കെ ഉള്ളപ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ എന്താ പറയുക സ്കൂൾ തുറക്കുന്ന കാലം എന്ന് പറയുന്നത് കേട്ടോ.